أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين الحمد لله رب العالمين സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ അലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട EMF അലൈഡ് സയൻസ് വിഭാഗത്തിന്റെ നേതാക്കളെ, എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ നിങ്ങളിലെ മിക്കവാറും ആളുകളെ എനിക്ക് നേരിട്ട് പരിചയമില്ല, പിന്നെ പരിചയമുള്ളവരുണ്ടോന്ന് അറിയില്ല. അപ്പോ നമ്മൾ ഓൺലൈനിലുള്ള ഒരു സെഷൻ ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു വിദൂരത ഫീൽ ചെയ്യും എന്നുള്ളത് ഒരു പ്രശ്നമാണ്. പക്ഷെ അതിൻ്റെ ടെക്നിക്കൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇങ്ങനെ PPT പോലുള്ള സംഗതികൾ ഇത് ചെയ്യാൻ മാത്രമുള്ള ഒരു സൗകര്യത്തിലല്ല ഞാനുള്ളത്. കാരണം ഞാൻ പരിപാടി ഏറ്റെടുക്കുമ്പോൾ വിചാരിച്ച സ്ഥലത്തല്ല ഉള്ളത്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നിങ്ങളെ ഫീൽഡിലുള്ളതായതുകൊണ്ട് വീട്ടിലുള്ള കുറച്ച് ആൾക്കാർക്ക് പനി ഇതൊക്കെ പിടിച്ചുകൊണ്ട് വേറെ സ്ഥലത്തേക്ക് പോകേണ്ടി വന്നുകൊണ്ട് അവിടെയാണുള്ളത്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ സൗകര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇൻഷാ അള്ളാ ഞാൻ നേരെ നമ്മൾ വിഷയം അവതരിപ്പിക്കുകയാണ് ചെയ്യുക. വിഷയം അവതരിപ്പിക്കുന്നതിൽ സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടയിൽ ചോദിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ കൈ ഉയർത്ത് അല്ലെങ്കിൽ താഴെ ഇൻബോക്സിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്നതാണ് ഇൻഷാ അള്ളാ. അപ്പോ ഇതിലൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുള്ളത് അറബി ടേമുകൾ ചിലത് ഞാൻ ഉപയോഗിക്കും. അപ്പോ അതില് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോ അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ശേഷം അല്ലെങ്കിൽ അതിനിടയിലൊക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ് ഇൻഷാ അള്ളാ. അപ്പോ ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സൂറത്തു അൽ അസ്റിലെ ആയത്താണ്. അപ്പൊ അതില് മനുഷ്യന്മാരിലെ പലരും അല്ലെങ്കിൽ എല്ലാ മനുഷ്യന്മാരിലും നാശത്തിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. അത് കാലത്തെ സത്യം ചെയ്തുകൊണ്ട് പറയാം. അപ്പോൾ അതിൽ നിന്ന് ഒഴിവാകാം ഈമാനുള്ളവരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത്. പിന്നെ ഈമാനിന്റെ ഭാഗമായി തന്നെ മുഫസ്സിരിങ്ങൾ പറയുന്നത് അത് ഈമാനി എന്നുള്ളതിന്റെ വിശദീകരണമായി തന്നെയാണ് അതിന് ശേഷമുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇല്ലദീന ആമനു ബാക്കി ഈ അമലു സ്വാലിഹാത്ത് എന്നുള്ള പലയിടത്തും പറയുന്നുണ്ട്. വതവാസോബിലൊക്കെ വതവാസോബി സബർ പോലുള്ള സംഗതികൾ പറയുന്നുണ്ട്. പിന്നെ വതവാസോബിൽ മർഹമ എന്ന് വേറൊരിടത്ത് പറയുന്നുണ്ട്. ഇങ്ങനെ പലതരത്തില് ഖുർആനില് ഇത്തരം കാര്യങ്ങൾ ചേർത്ത് പറഞ്ഞത് കാണാൻ കഴിയും. അപ്പോൾ എന്തായാലും ഈമാനി എന്നുള്ളതിന്റെ വിശദീകരണമായുള്ള കാര്യങ്ങളാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ അതിൽ ഈമാൻ എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഇൻഷാ അള്ളാ. അപ്പോ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും, അതില് ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്യാൻ ധാരാളം ഉണ്ടാവും. അതൊക്കെ പിന്നെയുള്ള ക്ലാസ്സുകളിലൊക്കെ വരും എന്നുള്ളത് കൊണ്ട് ആ കാര്യങ്ങൾ ഒറ്റയടിക്ക് പറഞ്ഞു പോവുകയാണ് ചെയ്യുക ഇൻഷാ അള്ളാ. അപ്പൊ ഈമാനി എന്നുള്ളത് ഇതിനോടൊപ്പം തന്നെ ഇപ്പൊ തൗഹീദ് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പല പദപ്രയോഗങ്ങൾ നമ്മൾ നടത്താറുണ്ട്. തൗഹീദ്, അഖീദ പോലുള്ള പദപ്രയോഗങ്ങൾ നമ്മൾ നടത്താറുണ്ട്. അപ്പൊ ഈമാനി എന്നുള്ളത് വിശ്വാസം എന്നുള്ളത് നമുക്ക് പൊതുവെ ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന ഒരു വാക്ക് വിശ്വാസം എന്നുള്ളതാണ്. തൗഹീദ് എന്നുള്ളത് ഏകത്വവുമായി ബന്ധപ്പെട്ട് അള്ളാന്റെ ഏകത്വവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പറയാറുള്ളത്. അഖീദ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ വിശ്വാസിനെയും മനുഷ്യനെയും ബന്ധപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രയോഗം അല്ലെങ്കിൽ ഒരു വാക്ക് എന്ന് പറയുന്നത് അതാണ്. അപ്പോ ഈമാനി എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ഈമാൻ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോ അതിന്റെ തന്നെ ഈമാനിന്റെ വ്യത്യസ്ത ദർജകളെ കുറിച്ചും ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പൊ ഈമാനിന്റെ തഖ്വ എന്നുള്ള ഒരു ദർജയെ കുറിച്ച് പറയുന്നുണ്ട്. അതിനേക്കാൾ അപ്പോ ഇസ്ലാമി എന്നുള്ളൊരു ദർജ, ഈമാനി എന്നുള്ള ദർജ, അതുപോലെ തന്നെ തഖ്വ എന്നുള്ളൊരു ദർജ ഉണ്ട്. അതിനൊക്കെ ഏറ്റവും ഉന്നതമായ ദർജയായിട്ട് ഇഹ്സാൻ എന്നുള്ള ഒരു സാധനത്തെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഈമാന്റെ ഏറ്റവും പൂർണ്ണതയെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പറയാവുന്ന സംഗതി ഇഹ്സാൻ എന്നുള്ളതാണ്. അപ്പൊ ഇഹ്സാനിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ച സംഗതി വളരെ സിമ്പിളായിട്ട് പറയാവുന്ന ഒരു സംഗതിയാണ്. തഅബ്ദുല്ലാഹ കഅന്നക തറാഹു വഇൻ ലം യകുൻ തറാഹു വഇന്നഹു യറാക എന്ന് ഹദീസിൽ വന്നിട്ടുള്ള, ബുഖാരി മുസ്ലിമിലും വന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഇഹ്സാന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ അള്ളാഹുവിനെ കാണുന്നത് പോലെ അള്ളാഹുവിനെ പരിഗണിച്ച് നമ്മളുടെ ജീവിതം ഇബാദത്ത് ചെയ്യാന്നാണ് അതിലുള്ളത്. നമ്മളുടെ ജീവിതം മൊത്തം അള്ളാഹുവിനെ കാണുന്നത് പോലെ തന്നെ നിർവഹിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതിന്റെ ആകെ ചുരുക്കം എന്ന് പറയുന്നത്, ഈമാന്റെ ആകെ ചുരുക്കം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ചാണ് അഖീദ എന്നും നമ്മൾ പറയുന്നത്.
അപ്പൊ ഈ അഖീദ എന്നുള്ളത് എന്താണ് എന്നുള്ളത്, അപ്പൊ അഖീദ എന്നുള്ളതിനെ കേന്ദ്രീകരിച്ചാണ് ഞാൻ വിശ്വാസത്തെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ അഖീദ എന്നുള്ളത് പിന്നെ അറബി ഭാഷയിൽ അഖദ് എന്നുള്ള ഒരു വാക്കിൽ നിന്നാണ് ഉണ്ടായത്. അഖദ് എന്നുള്ളതിന്റെ അർത്ഥം ഒരു കെട്ട് അല്ലെങ്കിൽ ഒരു ബന്ധം എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാന അർത്ഥം. അതിൽ നിന്നുണ്ടായിട്ടുള്ള കരാറ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി അറബിയിൽ ഇവിടെ ഉദ്ദേശിക്കുന്ന അഖീദ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന അതിന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ എന്ത് കരാറാണ്. അപ്പൊ ഒരു കരാറാണ് യഥാർത്ഥത്തിൽ അഖീദ എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്താണ് ആ കരാറ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ആ കരാർ എന്താണെന്നുള്ളത് അള്ളാഹുവിനോടുള്ള നമ്മളുടെ ഒരു കരാറാണ്. അതെന്താണ് ആ കരാറിന്റെ വാക്യമാണ് യഥാർത്ഥത്തിൽ ആദർശവാക്യം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പഠിപ്പിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ അതിന്റെ ആ ആദർശത്തിന്റെ വാക്യം, അതായത് ആ കരാറിന്റെ വാക്യം എന്ന് പറയുന്നതാണ്. അപ്പൊ എന്താണ് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളതിന്റെ അർത്ഥം എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് വിശ്വാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അപ്പൊ നമ്മളുടെ വിശ്വാസം ശരിയാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളത് അംഗീകരിക്കുകയും അത് പറയുകയും ചെയ്യുക എന്നുള്ളതാണ് സാധാരണ പറയുന്നത്. അത് പറയണം, അതോടൊപ്പം അത് അംഗീകരിക്കണം, അത് പറയണം, അതോടൊപ്പം അത് ജീവിതത്തിൽ ഉണ്ടാവണം. ഇങ്ങനെ 3 തരത്തിലുള്ള കാര്യങ്ങൾ അതിൽ പറയാറുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയാറുള്ളത് 3 ഘട്ടത്തിൽ അത്തസ്ദീഖു ബിൽ ലിസാൻ, അത്തസ്ദീഖു ബിൽ ഖൽബ്. അത്തസ്ദീഖു ബിൽ ഖൽബ് നമ്മൾ മനസ്സിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഉറപ്പിക്കണം. അതുപോലെ തന്നെ നുത്ഖു ബിൽ ലിസാൻ, നമ്മള് നാവ് കൊണ്ട് അത് പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ അമലു ബിൽ ജവാരി, അത് നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ അവയവങ്ങൾ കൊണ്ട് നമ്മൾ അത് പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ഒരു സംഗതിയെ കുറിച്ചാണ് ഈമാനി എന്ന് പറയുന്നത്. അപ്പൊ ആ കാര്യം എന്താണ്, അത് നമ്മൾ അംഗീകരിക്കുന്ന ആ കാര്യം എന്താണെന്ന് വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളതാണ്. അപ്പൊ ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളതിന്റെ അർത്ഥം എന്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. അതിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ അത് വളരെ സിമ്പിൾ ആയി തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന സംഗതിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഇലാഹി എന്നുള്ള ഒരു വാക്കാണ് അതിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. അപ്പൊ എന്താണ് ഇലാഹി എന്നുള്ളത്? അപ്പൊ അള്ളാഹു എന്നുള്ള വാക്ക് തന്നെ യഥാർത്ഥത്തിൽ വരുന്നത് അൽ ഇലാഹി എന്നുള്ളതാണ് എന്ന് പണ്ഡിതന്മാര് പറയുന്നത് കാണാൻ കഴിയും. അപ്പൊ ഇലാഹി എന്നുള്ളതിന്റെ അർത്ഥം എന്താണ് എന്നുള്ളത് ഇബാദത്തിന് അർഹൻ എന്നുള്ളതാണ് പണ്ട് കാലം മുതൽ തന്നെയുള്ള പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലാ മഅബൂദ ഇല്ലല്ലാഹ്, ഇബാദത്തിന് അർഹൻ അള്ളാഹു മാത്രമാണ് എന്നാണ് അതിന്റെ അർത്ഥം എന്നുള്ളതാണ് നമുക്ക് പണ്ഡിതന്മാർ തന്നെ പറയുന്നത് കാണാൻ കഴിയുക. അപ്പൊ അടുത്ത ചോദ്യം വന്നു, ഇബാദത്ത് എന്നുള്ളത് എന്താണ്? അപ്പൊ എന്താണ് ഇബാദത്ത്? അപ്പൊ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാധന എന്ന അർത്ഥം പറയാറുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല അർത്ഥങ്ങളും ഇബാദത്ത് എന്നുള്ളതിനുണ്ട്. പക്ഷെ അതിന് സാങ്കേതികമായി അതിന്റെ അർത്ഥം എന്താണെന്നുള്ള ഇമാം ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ ചെറിയൊരു പുസ്തകമുണ്ട്, ഉബൂദിയ, അതായത് ഇബാദത്ത് എന്താണ് എന്ന് വിശദീകരിക്കാനുള്ള ചെറിയൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഒരു നിർവചനം, അതിൽ പറയുന്നത് വളരെ സിമ്പിൾ, നമ്മുടെ ജീവിതത്തിന്റെ മൊത്തത്തിൽ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു നിർവചനമാണ് അതിന് ഇബാദത്ത് നൽകുന്നത്. അദ്ദേഹം പറയുന്ന നിർവചനം എന്ന് പറയുന്നത് കുല്ലു അഅ്മാലിൻ യുരീദു ബിഹാ റിളല്ലാഹി തആല വഹുവ ഇബാദത്ത്. കുല്ലു അഅ്മാലിൻ, എല്ലാ പ്രവർത്തനങ്ങളും യഥാർത്ഥത്തിൽ ഇബാദത്താവും. യുരീദു ബിഹാ റിളല്ലാഹി തആല, അള്ളാഹുവിന്റെ റിള, അള്ളാഹുവിന്റെ വജ്ഹ്, അള്ളാഹുവിന്റെ തൃപ്തി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ പ്രവർത്തനങ്ങളും, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും വഹുവ ഇബാദത്തുൻ, അത് ഇബാദത്താണ് എന്നാണ് ഇബ്നു തൈമിയ വളരെ ചുരുക്കി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് തന്നെയാണ് നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിന് ലാ മഅബൂദ ഇല്ലല്ലാഹ്, ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇബാദത്ത് എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഏത് മേഖലയിലും അത് അള്ളാഹുവിന്റെ തൃപ്തിക്കനുസരിച്ച്, ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച്, അള്ളാഹുവിന്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ കാര്യത്തിനാണ് യഥാർത്ഥത്തിൽ ഇബാദത്ത് എന്ന് പറയാം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇബ്നു തൈമിയ അടക്കമുള്ള സലഫുകളുടെ ഇമാമുകൾ തന്നെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കാര്യം ഇബാദത്താവാൻ 2 ഷർത്ത് പൂർത്തിയായാൽ മതി. 2 ഷർത്ത് പൂർത്തിയായാൽ ആ കാര്യം, നമ്മുടെ ജീവിതത്തിലുള്ള എന്ത് കാര്യവും അത് ഇബാദത്തായി മാറും എന്നുള്ളതാണ് ഇബ്നു തൈമിയ അടക്കമുള്ള നമ്മളുടെ മുൻഗാമികളായ ധാരാളം പണ്ഡിതന്മാർ പറയുന്ന കാര്യം. അപ്പോ ആ 2 ഷർത്തുകൾ എന്തൊക്കെയാണ്? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളതിൽ നിന്ന് തന്നെ ഉണ്ടായ കാര്യം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു കാര്യം അത് അള്ളാഹുവിനുള്ള ഇബാദത്തായി മാറുക എന്നുള്ളത് 2 കാര്യങ്ങൾ പൂർത്തിയാവുമ്പോഴാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് യകൂന ഖാലിസൻ ലില്ലാഹ്, ഒന്ന് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കും നമ്മൾ ചെയ്യുന്ന കാര്യം. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അള്ളാഹു മാത്രമാവുക, അള്ളാഹുവിന്റെ തൃപ്തി മാത്രമാവുക, അള്ളാഹുവിന്റെ വജ്ഹ് മാത്രമാവുക, ഇങ്ങനെയുള്ള ഒരു കാര്യം, അതിന്റെ നിയ്യത്ത് വളരെ കൃത്യമായി ആവുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഷർത്ത്. ഒരു പ്രവൃത്തിയുടെ നിയ്യത്ത് അള്ളാഹു എന്നുള്ള ഒരു നിയ്യത്താവുകയാണെന്നുണ്ടെങ്കിൽ അത് ഇബാദത്ത്. ഇനി രണ്ടാമത്തെ ഷർത്ത് എന്ന് പറഞ്ഞാൽ
ഐ യകൂന അലാ സുന്നത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന മാതൃക അനുസരിച്ചായിരിക്കുക ആ പ്രവൃത്തി എന്നുള്ളതാണ്. അപ്പോ നമ്മൾ ഓരോ പിന്നെ ഒരാള് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയും എന്നിട്ട് ആ കാര്യത്തിന് എന്റെ പിന്നെ എന്താണ് നിയ്യത്ത് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അത് അള്ളാഹ്ക്കുള്ള ഇബാദത്താവുകയോ ദീനിന്റെ കാര്യമായി മാറുകയോ ചെയ്യില്ല. അതിന് പകരം അതില് വളരെ കൃത്യമായി ദീന് എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിൽ പകർത്തേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ദീന് പുലർത്തേണ്ടത് എന്നുള്ളതിന് വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ സുന്നത്ത് എന്ന് പറയാ. അപ്പൊ ആ സുന്നത്തിനനുസരിച്ചായിരിക്കും നമ്മളുടെ പ്രവർത്തനങ്ങൾ. അപ്പൊ ഈ രണ്ട് ഷർത്തുകൾ പൂർത്തിയാണ്. നമ്മൾ ഏത് പ്രവൃത്തിയെയും നമുക്ക് വിലയിരുത്താവുന്നതാണ്. അപ്പൊ നമുക്ക് തന്നെ വിലയിരുത്താവുന്നതാണ്. അത് പിന്നെ നമ്മളുടെ വിശ്വാസത്തിനനുസരിച്ചാണ്. നമ്മുടെ ഇബാദത്താണോ, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിന്റെ പൂർത്തീകരണമാണോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളതിന്റെ പൂർത്തീകരണമാണോ എന്ന് നമുക്ക് അങ്ങനെ തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ്? ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉദ്ദേശം അള്ളാഹുവിനെ മാത്രമാണോ, നമ്മുടെ നിയ്യത്ത് ശരിയാണോ എന്ന് നോക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന മാതൃക അനുസരിച്ചാണോ എന്ന്. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള കലിമത്ത് തൗഹീദിന്റെ വാക്കിന്റെ തന്നെ അർത്ഥം. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളിടത്ത് അത് നമ്മൾ ഒന്നാമത്തെ ഭാഗം അള്ളാഹുവിന് മാത്രമാവുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുന്നതോട് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ ഇലാഹിനെ കീഴ്വഴങ്ങുകയും ഇബാദത്ത് ചെയ്യുകയും ചെയ്യുന്നത്, നമ്മളുടെ വിശ്വസിക്കുകയും ചെയ്യുന്നത് നമ്മളുടെ മാതൃക എന്നും നമ്മൾ അംഗീകരിക്കുന്നത് ഈ കലിമത്ത് തൗഹീദിൽ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിലെ സ്വാധീനം എന്ന് പറയുന്നത്. അപ്പോ ഇനി ഇതിനെക്കുറിച്ച്, അപ്പൊ ഈ കലിമത്ത് തൗഹീദിനെ കുറിച്ച് വളരെ സുന്ദരമായ ഒരു ഉദാഹരണം നമ്മൾ പലപ്പോഴും കേട്ട ഉദാഹരണം തന്നെ ആയിരിക്കും. സൂറത്ത് ഇബ്രാഹിമില് നബി സല്ലല്ലാഹു അലൈഹി അള്ളാഹു വരച്ചു കാണിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് ദറബല്ലാഹു മസലൻ കലിമത്തൻ ത്വയ്യിബത്തൻ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിത്തും വഫറുഹാ ഫിസ് സമാ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ വിശദീകരിക്കുന്നുണ്ട്. ആ കാര്യം എന്താന്ന് വെച്ചാൽ ഒരു പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന വളരെ വലിയ ഒരു സുന്ദരമായ വൃക്ഷം പോലെയാണ് യഥാർത്ഥത്തിൽ കലിമത്തുൻ ത്വയ്യിബ, അതായത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളത്. അപ്പൊ ഒരാളുടെ ജീവിതത്തിൽ അത് അങ്ങനെയാണ് സ്വാധീനം ചെലുത്തുക. അപ്പൊ അതിലൂടെ രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാവുക. ഒന്നെന്ന് വെച്ചാൽ അസ്ലുഹാ സാബിത്തുൻ, അള്ളാഹുവോടുള്ള ബന്ധം ശക്തമാകുന്നതോട് കൂടി പിന്നെന്താണ്, ഈ ലോകത്തുള്ള മറ്റൊരു കാര്യത്തെയും അയാൾ പരിഗണിക്കേണ്ടി വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അയാളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്, അയാളുടെ വേര് എന്ന് പറയുന്നത്, അയാളുടെ നിൽപ്പ് എന്ന് പറയുന്നത് വളരെ ശക്തിയുള്ളതായിരിക്കും. അതില് ഒരു സംശയവുമില്ലാത്ത രീതിയിലായിരിക്കും, അത് സ്ഥാപിത്തായിരിക്കും, അത് ഏറ്റവും ഉറച്ചതായിരിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് അയാളുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളാണ്. അപ്പൊ ഫറൂഹ, അയാളുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ, അതിന്റെ ചില്ലകൾ, അതായത് ഈ മരത്തിനോട് ഉപമിച്ചുകൊണ്ട് പറയുന്ന മരത്തിന്റെ ചില്ലകൾ എന്താണ്, തുഅ്തി ഉക്ലഹാ ഫീ കുല്ലി ഈനിൻ ബിഇദ്നി റബ്ബിഹാ. അപ്പോ ആ ചില്ലകൾ എന്തിനാണ്? അടിയുറച്ച വേരോട് കൂടിയുള്ള ആ വടവൃക്ഷം എന്തിനാണ്? അതിന്റെ ചില്ലകൾ ആളുകൾക്ക് ഉപകാരം ചെയ്തുകൊണ്ടിരിക്കാനാണ്. നമുക്കറിയാം അതിന്റെ തണല് കിട്ടും, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ അതിന്റെ ഫലങ്ങൾ ഉണ്ടാവുക ചില്ലകളിലാണ്. ഇങ്ങനെയുള്ള ധാരാളം ഫലങ്ങൾ അതുകൊണ്ട് കിട്ടിക്കൊണ്ട്, അതുപോലെയാണ് വിശ്വാസി എന്ന് പറയുന്നത്. വിശ്വാസിയുടെ വിശ്വാസം എന്ന് പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസിയുടെ വിശ്വാസം എന്ന് പറയുന്ന ഒരു സംഗതി അടിയുറച്ചതാവുകയും അയാൾ ഏതൊരു പ്രശ്നത്തിന്, എന്ത് പ്രശ്നവും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതിനൊക്കെ നേരിടാനുള്ള ഒരവസ്ഥയിലേക്ക് അയാൾ സ്വന്തം തന്നെ എത്തും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതോടൊപ്പം തന്നെ അയാൾ എവിടെ ജീവിച്ചാലും അതുകൊണ്ടുള്ള ഉപകാരം അതിന് അവർക്ക് ചുറ്റും കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈമാനി എന്നുള്ളതിന്റെ ആകത്തുക എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അഖീദ എന്ന് പറയുകയുണ്ടായി. അപ്പൊ അഖീദ എന്നുള്ളത് ഒരു കരാറാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആ കരാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ളതാണ് നമ്മുടെ കരാർ. അപ്പൊ അത് അള്ളാഹുവോടുള്ള കരാർ എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ആ കരാർ? അപ്പൊ അതാണ് എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധിയോ എന്ത് സംഗതി ഉണ്ടാവും, എന്തൊരു സംഭവം ഉണ്ടായാലും എന്തൊരു കാര്യം ഉണ്ടായാലും ആ കാര്യത്തിൽ എന്താണ് അള്ളാഹു പറയുന്നത്, എന്താണ് അവന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്, നമുക്ക് മാതൃക കാണിച്ചു തന്നത് എന്ന് നമ്മൾ നോക്കും എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനപരമായ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ അഖീദ എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസം ശരിയാവുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് ഈ ഒരു അടിസ്ഥാന കാര്യത്തിലാണ് നിലകൊള്ളുന്നത്. അതായത് നമ്മൾ എന്തൊരു കാര്യത്തിൽ എന്റെ ജീവിതത്തിൽ എന്തുണ്ടായാലും ആ ജീവിതത്തിലുണ്ടാകുന്ന ആ കാര്യത്തിന്റെ എന്താണ് അള്ളാഹു പറയുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശരീഅത്ത് എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അറിയാനുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടാവുകയും അത് ജീവിതത്തിൽ പകർത്താനുള്ള ശ്രമം ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ് അഖീദ എന്ന് പറയുന്ന ഈ കരാറ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ഒരു ഘട്ടം എന്ന് പറയുന്നതിൽ പഠിക്കുന്നത്. അതിനുശേഷമുള്ള സംഗതി എന്ന് പറയുന്നത് നമ്മളുടെ വിശ്വാസ കാര്യങ്ങളിൽ നിന്നുണ്ടാകുന്ന ബാക്കി കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ സാധാരണ ഫിഖ്ഹ് എന്ന് പറയാറുണ്ട്. ഫിഖ്ഹ് എന്നുള്ളത് നമ്മളെ കർമ്മശാസ്ത്രം എന്നൊക്കെ പറയുന്ന സംഗതിയാണ്.
പറ്റുന്ന അഖ്ലാഖ് എന്ന് പറയാറുണ്ട്. അപ്പൊ അഖീദ എന്നുള്ളതിനൊപ്പം തന്നെ നമ്മൾ പിന്നെ ദീന്റെ മൊത്തം കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ 3 കാര്യങ്ങളായിട്ട് പറയാറുണ്ട്. ഒന്ന് അഖീദ, രണ്ടാമത്തെ അഖ്ലാഖ്, മൂന്നാമത്തത് ഫിഖ്ഹ്. നമ്മൾ സാധാരണ ഇപ്പോ പിന്നെ മലയാളത്തിൽ പിന്നെ അറബി മലയാളത്തിലൊക്കെ നമ്മൾ പഠിക്കുന്ന സുന്നി മദ്രസകളിലൊക്കെ പഠിച്ചവർക്കും അതുപോലെ തന്നെ അല്ലാത്ത മദ്രസയിൽ പഠിച്ചവർക്കൊക്കെ ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് മദ്രസയിൽ നമുക്ക് ഉണ്ടാവുക, നമുക്കറിയാവുന്നതാണ്. ഒന്ന് നമ്മൾ സാധാരണ പിന്നെ പിന്നെ തൗഹീദ് എന്നുള്ളതിനൊക്കെ ഒന്നുകിൽ തൗഹീദ് എന്നുള്ള അർത്ഥത്തിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഇലാഹിയാത്ത് എന്നുള്ള അർത്ഥത്തിൽ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടാവും. അല്ലെങ്കിൽ അഖീദ എന്നുള്ള പേരിൽ നമ്മൾ പഠിച്ചത് സംഗതികൾ ഉണ്ടാവും. അതാണ് അഖീദ എന്ന് പറയുന്ന ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം അമലിയാത്ത് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവും. അതാണ് കർമ്മശാസ്ത്രം എന്നൊക്കെ പറയുന്ന ഫിഖ് എന്നൊക്കെ പറയുന്ന സംഗതികൾ. പിന്നെ അഖ്ലാഖ് എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടാവും. അതാണ് നമ്മുടെ സ്വഭാവ ഗുണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെടുത്തി കിടക്കുന്നത് കൂടിയാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അഖീദ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അപ്പൊ അതിൽ നിന്ന് ഉണ്ടായി വരുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മളുടെ ജീവിതത്തിന്റെ ഒരു സംസ്കാരവും അതുപോലെ തന്നെ അതിനൊരു എത്തിക്സും ഉണ്ടാവും എന്നുള്ളത്. അപ്പോ ഒരു വിശ്വാസം, നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു വിശ്വാസമുള്ള ഒരാൾ എവിടെ ഉണ്ട് എന്നുണ്ടെങ്കിലും അതിന്റെ ഫലം ചുറ്റും കിട്ടിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പോ അയാൾക്ക് വ്യക്തിപരമായി ഉണ്ടാകുന്ന നേട്ടമാണ് നമ്മൾ പറഞ്ഞത്. അതായത് അയാള് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന വളരെ അടിയുറച്ച വേരുകളുള്ള ഒരാളായി മാറുന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് അതിന്റെ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ അതിലേക്ക് എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്നുള്ള അഖ്ലാഖ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗുണമാണ്. അതെന്താ വെച്ചാൽ ആ വിശ്വാസത്തിൽ തന്നെ ഉണ്ടാവുന്ന സംഗതിയാണ്. ആ വിശ്വാസത്തിൽ തന്നെ ഉണ്ടാവുന്ന അഖ്ലാഖിലൂടെ അയാളുടെ ചുറ്റുമുള്ള ആളുകൾക്ക് വ്യത്യസ്ത തരത്തിൽ അതിന്റെ ഫലങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് എത്തിക്സ് എന്ന് പറയുന്ന ഒരു സംഗതി. അപ്പൊ നമ്മുടെ പൊതുജീവിതത്തിൽ, നമ്മുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ, നമ്മളുടെ മറ്റു തരത്തിലുള്ള സാമൂഹിക ജീവിതത്തിലെല്ലാം ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പൊ നമ്മളുടെ അഖ്ലാഖുമായി ബന്ധപ്പെട്ട്, അപ്പൊ നമ്മൾ അഖീദയുമായി ബന്ധപ്പെട്ട് അങ്ങനെ അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് നമ്മളുടെ അഖ്ലാഖ്, നമ്മുടെ സ്വഭാവ ഗുണങ്ങൾ എത്തുന്നുണ്ടോ എന്ന് നമ്മൾ ആദ്യമായി പരിശോധിക്കേണ്ടതുണ്ട്. അതാണ് വിശ്വാസത്തിന്റെ ഒരു പ്രായോഗികതയിലേക്ക് എത്തുമ്പോഴുള്ള ആദ്യഘട്ടം എന്ന് പറയുന്നത്. കാരണം ആളുകളോടുള്ള പെരുമാറ്റം, ആളുകളോടുള്ള സ്വഭാവം, അപ്പോ ആളുകൾ അനുഭവിക്കുന്ന സ്വഭാവം, നമ്മളിൽ നിന്ന് എന്ത് സ്വഭാവമാണ് ആളുകൾ അനുഭവിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കുക എന്നുള്ളത് അഖീദ തന്നെയാണ്, നമ്മളുടെ വിശ്വാസം തന്നെയാണ്. ആ വിശ്വാസം ഇസ്ലാമിന്റെ ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള മര്യാദകളും എല്ലാ തരത്തിലുള്ള മൂല്യങ്ങളും കാത്തു സൂക്ഷിക്കുന്നതാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം. അതാണ് അഖ്ലാഖ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു സംഗതി ഫിഖ്ഹ് എന്ന് പറയുന്നതാണ്. അപ്പൊ കർമ്മശാസ്ത്രം എന്നൊക്കെ നമ്മൾ പറയാറുള്ള സംഗതി, കർമ്മശാസ്ത്രം എന്നൊക്കെ പറയുന്നത് ഫിഖ്ഹ് ആണ്. അപ്പൊ അതെന്താണെന്ന് വെച്ചാൽ അത് അതിന്റെ അടുത്തൊരു ഭാഗമാണ്. അപ്പൊ നമ്മളുടെ കർമ്മങ്ങൾ, നമ്മളുടെ ആളുകളോടുള്ള പെരുമാറ്റം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും, അപ്പൊ അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അഖീദ എന്നുള്ള ഒരു സംഗതി, അള്ളാഹുവിനോടുള്ള ബന്ധം എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം. അതിൽ നിന്നുണ്ടാകുന്ന എത്തിക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മൂല്യങ്ങളാണ് അതിന്റെ രണ്ടാമത്തെ അടിത്തറ എന്ന് പറയുന്നത്. ഇനി അതിന്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ശരീഅത്ത് എന്ന് പറയുന്ന നിയമങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണ്. അപ്പൊ ആ നിയമങ്ങൾ യഥാർത്ഥത്തിൽ മുമ്പ് പറഞ്ഞ രണ്ട് കാര്യങ്ങളോടും വളരെ അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ആ രണ്ട് കാര്യങ്ങളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ നിയമങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോ അഖീദയുടെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു അടുത്തൊരു ഭാഗമാണ് നമ്മുടെ നിയമങ്ങൾ, അതായത് ഫിഖ്ഹിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഫിഖ്ഹിനെ കുറിച്ച് സാധാരണ ഡെഫിനിഷൻ പറയാറുള്ള സംഗതി എന്ന് പറയുന്നത്, ഫിഖ്ഹിനെ കുറിച്ച് പറയാറുള്ള കാര്യം എന്ന് പറയുന്നത്, ഫിഖ്ഹ് എന്നുള്ളത് വളരെ സിമ്പിളായി പറഞ്ഞാൽ, ഞാൻ എന്ത് സാഹചര്യത്തിലാണ് ജീവിക്കുന്നത് എന്നുണ്ടെങ്കിലും എന്റെ ജീവിതത്തിൽ ആ ഏത് സന്ദർഭമാണ് എന്നുണ്ടെങ്കിലും ആ സന്ദർഭത്തിൽ ശരീഅത്ത് എന്താണ് എന്നോട് പറയുന്നത്, ശരീഅത്തിന്റെ കൺസേൺ, അള്ളാഹുവിന്റെ ശരീഅത്തിന്റെ കൺസേൺ എന്താണ്, എന്റെ ജീവിതത്തിൽ എന്തുണ്ടാവണമെന്നാണ് ശരീഅത്തിന്റെ കൺസേൺ. ആ കൺസേൺ തിരിച്ചറിയാനുള്ള ഒരു ശ്രമം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഫിഖ്ഹ് എന്ന് പറയുന്നത്. ആ ഫിഖ്ഹിന്റെ അത് പഠിക്കുക എന്നുള്ള ഒരു അർത്ഥം കൂടി ഫിഖ്ഹിന് ഉണ്ട് എന്നൊക്കെ നമുക്ക് അറിയാം. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ അത് അറിയാൻ ശ്രമിക്കുക. അറിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ്. സാധാരണ നമ്മൾ പറയുന്നുണ്ട് ഇൽമ് എന്നുള്ള ഇൽമുലിൽ അമൽ എന്നാണ്. ഇൽമ് എന്നുള്ളത് ഈ മേഖലയിലുള്ള, പ്രത്യേകിച്ച് ഈ മേഖലയിലുള്ള ഇൽമ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ പകർത്താനാണ് എന്നുള്ളത് കൂടി നമുക്കറിയാം. അപ്പൊ ഇതാണ് ഈ ജീവിതത്തിന്റെ മൊത്തം ദീനീ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ മൂന്നായി തിരിക്കാവുന്നതാണ്. ഒന്ന് അഖീദയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്, അതാണ് നമ്മുടെ അടിസ്ഥാന വിശ്വാസം എന്ന് പറയുന്നത്. അതിൽ നിന്നുണ്ടാകുന്ന മൂല്യങ്ങളും അതുപോലെ തന്നെ സ്വഭാവ ഗുണങ്ങളും എന്നിടത്തുള്ള അഖ്ലാഖ് എന്നുള്ളതാണ് രണ്ടാമത്തെ ഭാഗം. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് അതിൽ നിന്നൊക്കെ അടിസ്ഥാനമായി ഇതിനെല്ലാം യഥാർത്ഥം നിയന്ത്രിക്കുന്നതൊക്കെ ഉള്ള നിയമങ്ങൾ ഉണ്ടായിരിക്കും. ആ നിയമങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണ്, അപ്പൊ ശരീഅത്തിന്റെ കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണ് അത് ഫിഖ്ഹ് എന്ന് പറയുന്ന ഒരു മേഖല കൂടി യഥാർത്ഥത്തിൽ അതിനുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ വിശ്വാസം എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ ഫിഖ്ഹിനെ തന്നെ നമ്മൾ പലതരത്തിൽ വികസിപ്പിക്കാറുണ്ട്, ആധുനിക ലോകത്തും മറ്റു ലോകത്തൊക്കെ. അപ്പൊ നമ്മൾ
ഫിഖിന്റെ അടിസ്ഥാനപരമായ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ വിശദീകരിച്ചു. അതെന്താന്ന് വെച്ചാല് എന്റെ ജീവിതത്തിൽ എന്തൊരു കാര്യമുണ്ടായാലും ഇല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ എന്ത് സാഹചര്യമാണ് എന്നുണ്ടെങ്കിലും ആ സാഹചര്യത്തിൽ എന്താണ് അള്ളാഹുവിന്റെ കൺസേൺ, അത് എന്റെ ജീവിതം എങ്ങനെയാവണം എന്നാണ് അള്ളാഹു പറയുന്നത് എന്നുള്ളത് അന്വേഷിക്കുക എന്നുള്ളതാണ് ഫിഖ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മളുടെ ഈമാനിനോടും തഖ്വയോടും ഏറ്റവും അടുത്ത, അതായത് വിശ്വാസ കാര്യങ്ങളോട് ഏറ്റവും അടുത്ത കാര്യമായിരിക്കും ഫിഖ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇതെന്ന് വെച്ചാൽ നമുക്ക് യഥാർത്ഥത്തിൽ അള്ളാഹു നമ്മുടെ ഉള്ളിൽ തന്നെ അതിനുള്ള കഴിവ് യഥാർത്ഥത്തിൽ ശേഷി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഖുർആന് പലതരത്തിൽ അത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അത് ഇൽഹാമായി തന്നെ നമുക്ക് തന്നിട്ടുണ്ട്, നമുക്കൊരു ഉള്ളിലുള്ള ഒരു ബോധമായി തന്നെ അത് തന്നിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തു ശംസിൽ പറയുന്നത് വനഫ്സിൻ വമാ സവ്വാഹ, യഥാർത്ഥത്തിൽ മനസ്സ് അതിനെ ശരിപ്പെടുത്തിയവനാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് വഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ, അതിന്റെ ധർമ്മം എന്താണ് അധർമ്മം എന്താണ്, അതിന്റെ ശരി എന്താണ് തെറ്റെന്താണ്, അതിലെ ചീത്തത് എന്താണ് നല്ലത് എന്താണ് എന്ന് അതിന് ബോധനം നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇനി ആ ബോധനം എന്നുള്ളത് അതിന്റെ ഉള്ളിലുള്ള ഒരു കഴിവാണ്, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള മനസാക്ഷി എന്നൊക്കെ പറയുന്നത് പോലുള്ള ഒരു കഴിവാണ്. ആ കഴിവിനെ കുറിച്ചാണ് പിന്നെ പറയുന്നത് അത് അഫ്ലഹമൻ സക്കാഹ, അതിനെ തെസ്കിയത്ത് ചെയ്തെടുത്തവൻ. നമ്മൾ തെസ്കിയത്ത് തെർബിയത്ത് എന്നൊക്കെ പറഞ്ഞ ഈ ഒരു സംഗതിയാണ്, നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു നന്മയോടുള്ള ആ ഒരു ചായ്വിനെ അതിനെ തെസ്കിയത്ത് ചെയ്ത് അതിനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളുടെയും ഇത്തരം ക്ലാസ്സുകളുടെ ഒക്കെ ഉദ്ദേശം അതാണ്, തെർബിയത്ത് തെസ്കിയത്ത് എന്നൊക്കെ നമ്മൾ പറയുന്നതാണ്. അപ്പൊ അങ്ങനെ തെസ്കിയത്ത് ചെയ്തെടുത്തവൻ, അതിനെ സംസ്കരിച്ചെടുത്തവൻ വിജയിച്ചു. ഖാബമന്ദസ, അതിനെ അവഗണിച്ച് ചവിട്ടി താഴ്ത്തിയവൻ യഥാർത്ഥത്തിൽ പരാജയപ്പെടുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ഗുണം, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഗുണത്തെ ഖുർആൻ ഫിത്രത്ത് എന്നാണ് വിശേഷിപ്പിച്ചത്. ഫിത്രത്തുല്ലാഹ് എന്ന് അള്ളാഹു വളരെ കൃത്യമായി തന്നെ പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. സൂറത്തുർ റൂമിലെ 30-ാമത്തെ ആയത്തില് അത് വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് വഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ ഫിത്രത്തല്ലാഹി അല്ലദീ ഫതറന്നാസ അലൈഹ ലാ തബ്ദീല ലിഖൽഖില്ലാഹ് ദാലിക ദീനുൽ ഖയ്യിം വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ ഫിത്രത്തല്ലാഹി അല്ലദീ ഫതറന്നാസ അലൈഹ, അള്ളാഹു നമ്മെ സൃഷ്ടിച്ച ഒരു ശുദ്ധ പ്രകൃതി നമുക്ക് ഉണ്ട്. ആ ശുദ്ധ പ്രകൃതിക്ക് യോജിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനെ പരമാവധി സംസ്കരിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിനെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ധാരാളം നബിവചനങ്ങൾ അതുപോലെ തന്നെ ആയത്തുകളൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞതായിട്ട് ഒരു സഹാബി പറയുന്നുണ്ട്. അതിലെന്താ വെച്ചാല് പിന്നെ ആ സഹാബി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എങ്ങനെയാണ് ഈ ബിർറും ഇസ്മും, എങ്ങനെയാണ് നന്മയും തിന്മയും എങ്ങനെയാണ് തിരിച്ചറിയാന്ന് ചോദിച്ചു. അപ്പൊ രണ്ട് തരത്തിലുള്ള റിവായത്തുകൾ വന്നിട്ടുണ്ട്. രണ്ട് സഹാബികളോട് പറഞ്ഞതായിട്ടുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. അതിൽ ഒന്നാമത്തെ ഹദീസ് എന്ന് പറയുന്നത് ഇസ്തഫ്തി കൽബക, നീ നിന്റെ സ്വന്തത്തോട് തന്നെ, നിന്റെ മനസ്സിനോട് തന്നെ യഥാർത്ഥത്തിൽ ഫത്വ ചോദിച്ചാൽ മതി, അപ്പൊ നിനക്ക് മനസ്സിലാകും എന്താണ് നന്മ തിന്മ എന്നുള്ളതാണ് ഒന്നാമത് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അതിലെ കുറച്ചും കൂടി വിശദീകരിച്ചിട്ട് മറ്റൊരു ഹദീസിൽ പറഞ്ഞത് വെച്ചാൽ അൽ ബിർറു ഹുസ്നുൽ ഖുൽഖ്. ബിർറ് എന്ന് പറഞ്ഞാൽ സൽസ്വഭാവമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അഖ്ലാഖ് എന്ന് പറഞ്ഞ സംഗതി, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അൽ ബിർറു ഹുസ്നുൽ ഖുൽഖ്. ബിർറ് എന്ന് പറഞ്ഞാൽ സൽസ്വഭാവമാണ്. വൽ ഇസ്മു, അതായത് തെറ്റ് എന്ന് പറഞ്ഞാൽ മാ ഹാക്ക ഫീ സ്വദരിക വകരിഹ്ത അൻ യത്തലി അലൈനാസ്. രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. മാ ഹാക്ക ഫീ സ്വദരിക, ഒന്ന് നിന്റെ മനസ്സിൽ ഭയങ്കര ചൊറിച്ചിലുണ്ടാക്കാം. മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ പറഞ്ഞ നമ്മള് എന്താണ് നന്മയും തിന്മയും ഇൽഹാമ് നൽകപ്പെട്ടു എന്ന് പറഞ്ഞ മനസ്സാണ്. അതുപോലെ തന്നെ മറ്റൊരു സംഗതി ഫിത്രത്ത് എന്ന് പറഞ്ഞ സൂറത്ത് റൂമിൽ ഫിത്രത്ത് എന്ന് പറഞ്ഞ ഒരു സംഗതി, നമ്മുടെ മനസാക്ഷി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള റൂഹ് ഊദ് എന്നൊക്കെ പറയുന്നതിന്റെ ഭാഗമായുള്ള നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ ഒരു ഗുണമാണ്. ആ ഗുണത്തിന് നന്മയും തിന്മയും തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ് അതിൽ പറഞ്ഞത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോ ആ ഒരു കാര്യത്തെ ഇവിടെ ഫിത്രത്ത് എന്ന് പറയുന്നത് ഈ ഫിത്രത്തിന്റെ ഭാഗം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോ ഇതില് ആ ഹദീസിൽ പറയുന്നത് മാ ഹാക്ക ഫീ സ്വദരിക, ഒന്ന് നിന്റെ ഹൃദയത്തിൽ തന്നെ ചൊറിച്ചിലുണ്ടാക്കുക, അതായത് ഈ ഒരു നിന്റെ മനസാക്ഷിക്ക് പ്രയാസം ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ അടയാളം. രണ്ടാമത്തെ ഒരു സംഗതി പറയുന്നത് അലൈഹിന്നാസ്, ആളുകൾ കാണുമെന്ന് നീ ഭയപ്പെടുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതിലും എന്തോ ഒരു തെറ്റുണ്ട് എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് അവിടെ, രണ്ട് മാനദണ്ഡങ്ങളാണ് അവിടെ പറയുന്നത്. അതും നമ്മുടെ ഈ ഒരു ഉള്ളിലുള്ള ഒരു മനസ്സിനെ അല്ലെങ്കിൽ ഒരു മനസാക്ഷിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ സാധാരണ നമ്മൾ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ളതിന് സാധാരണ നമ്മൾ പറയുന്ന വാക്ക് അംറു ബിൽ മാറൂഫ് നഹ്യു അനിൽ മുൻകർ എന്നുള്ളതാണ്. ഈ മാറൂഫ് മുൻകർ എന്നുള്ളതിന് യഥാർത്ഥത്തിൽ നന്മ തിന്മ എന്ന് നേരിട്ട് അർത്ഥമില്ല.
അതിന് അറബിയിലെ അർത്ഥം മറ്റൊരു സംഗതിയാണ്. അതിലെ ഈ ഒരു അർത്ഥം കിട്ടും, നന്മ തിന്മ എന്നുള്ള അർത്ഥം കിട്ടുന്നത് തന്നെ യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ മനസാക്ഷിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ്. നേരത്തെ പറഞ്ഞ ഫിത്രത്ത് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ശുദ്ധ പ്രകൃതി എന്ന് പറയുന്ന ആ ഒരു മനസാക്ഷിയുമായി ബന്ധപ്പെട്ടാണെന്ന് നമുക്ക് കാണാവുന്നതാണ്. അപ്പൊ അതെങ്ങനെയെന്ന് വെച്ചാൽ അതിലെ മാറൂഫ് എന്നുള്ളത് അറഫ എന്നുള്ളത്, അതായത് അറിയുന്ന കാര്യങ്ങൾ. മാറൂഫ് എന്ന് പറഞ്ഞാൽ അറിയുന്ന കാര്യങ്ങൾ എന്നാണ്. അപ്പൊ എന്തിനറിയുന്ന കാര്യങ്ങളാണ്? നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള ഈ ഫിത്രത്തിന്, അള്ളാഹുവിൽ നിന്നുള്ള ഈ ഒരു ശുദ്ധ പ്രകൃതിക്ക് അറിയുന്ന കാര്യങ്ങൾ, അതിന് പരിചയമുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ എന്ത് മാറൂഫ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് നന്മകൾ എന്നുള്ളത് അങ്ങനെ ആലങ്കാരികമായി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മുങ്കർ എന്ന് പറഞ്ഞാൽ, നെക്കീറ എന്ന് പറഞ്ഞാൽ അപരിചിതമായ കാര്യങ്ങൾ എന്നാണ്. ആ അപരിചിതമായ കാര്യങ്ങൾ എന്തിന് അപരിചിതമായ കാര്യങ്ങളാണ്? നമ്മുടെ ഉള്ളിലുള്ള ഈ ശുദ്ധ പ്രകൃതിക്ക് അപരിചിതമായ കാര്യങ്ങളാണ് തിന്മകൾ എന്ന് പറയുന്ന, ഇസ്മു എന്ന് പറയുന്നത്, തിന്മകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു അർത്ഥത്തിലാണ് യഥാർത്ഥത്തിൽ ഖുർആൻ തന്നെ ഇതിനെ പരിചയപ്പെടുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ ഉള്ളിലുള്ള ഈ ഒരു ഗുണത്തിനെ പരമാവധി പരിപോഷിപ്പിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് ഖദ് അഫ്ലഹ മൻ സക്കാഹ എന്ന് പറയുന്നത്, തസ്കിയത്ത് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്തില്ലെങ്കിലോ യഥാർത്ഥത്തിൽ അത് കറുത്തു പോകും എന്നുള്ളതിനെ കുറിച്ചും ഖുർആനിലും സുന്നത്തിലും നമുക്ക് ആയത്തുകളും ഹദീസുകളും കാണാവുന്നതാണ്. ഇപ്പൊ സൂറത്ത് വൈലുൽ മുത്തഫിഫീൻ എന്ന് പറയുന്ന സൂറത്ത് മുത്തഫിഫീനിൽ തന്നെ നമുക്ക് കാണാവുന്ന ഒരു സംഗതിയാണ് കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ എന്ന്. എന്താ വെച്ചാല് അവര് കാര്യങ്ങൾ, അവർ പ്രവർത്തിച്ച കാര്യങ്ങൾ കൊണ്ട് അവരുടെ ഹൃദയത്തിൽ കറുത്ത പുള്ളി വീണിരിക്കുന്നു, റാൻ എന്ന്, അതായത് കറ വീണിരിക്കുന്നു എന്ന് ഖുർആനിൽ പറയുന്നു. അപ്പൊ ഈ എങ്ങനെയാണ് കറ വീഴുക എന്ന് പറയുന്നത്? അപ്പൊ നമ്മൾ യഥാർത്ഥം നേരത്തെ പറഞ്ഞു, ശുദ്ധ പ്രകൃതി എന്നുള്ളത് ഒരു ശുദ്ധമായി നിൽക്കുന്ന ആ ഒരു പ്രകൃതിക്ക് നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയും. പക്ഷെ ആ കഴിവ് നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ്? നമ്മൾ ചെയ്ത കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ, അത്തരം തെറ്റുകൾ കൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ അദ്ദേഹത്തിന്റെ ആ കഴിവ് കറ പിടിച്ചു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ അതിനെ കുറിച്ച് പറയുന്നുണ്ട്, ഒരാൾ ഒരു നന്മ ചെയ്താൽ ഒരാൾ തിന്മ ചെയ്താൽ അയാളുടെ ഹൃദയത്തിൽ കറുത്ത പുള്ളി വരും. അയാൾ തൗബ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മാഞ്ഞു പോകും. ഇനി തൗബ ചെയ്യാതെ അയാൾ തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, ആ പുള്ളികൾ കൂടി വരികയും അങ്ങനെ അയാളുടെ ഹൃദയം കറുത്തു പോവുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഒരു ഹദീസിന്റെ ആശയം അങ്ങനെ വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇത് ഈ ഒരു അർത്ഥത്തിലാണ് നമ്മളുടെ ജീവിതത്തെ തന്നെ വിശ്വാസത്തോട് ചേർത്ത് വെക്കാൻ കഴിയുക. അപ്പോ ഇങ്ങനെ നമ്മൾ ഏത് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നാലും ഒരു പ്രാഥമിക പടി എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് അതിനോടുള്ള ഒരു സമീപനം ഉണ്ടാക്കാനുള്ള ഒരു ശേഷി നമ്മളുടെ തന്നെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു വെച്ച പോയിന്റ് എന്ന് പറയുന്നത്. അതാണ് ഫിത്രത്ത് എന്ന് പറയുന്ന നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു ശേഷി എന്ന് പറയുന്നത്. ഇമാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഫത്താവയിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി വിശദീകരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഇനി അടുത്തൊരു സംഗതി, ഇത് ഒരു മേഖലയാണ്, നമുക്ക് ഓരോ മനുഷ്യനും നൽകിയ അള്ളാഹുവിന്റെ ഒരു ശേഷിയാണ്. ഇനി രണ്ടാമത്തെ ഒരു സംഗതി എന്നുള്ളത് പിന്നെ ശരീഅത്തിലെ ബാക്കിയുള്ള വിശദമായ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പൊ പുതിയൊരു കാര്യം ഉണ്ടാവുകയാണെന്നുണ്ട്, ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ പോലുള്ള സംഗതികളൊക്കെ നമ്മളെപ്പോഴും, ഇല്ലെങ്കിൽ നമ്മൾ പ്രൊഫഷണൽ മേഖലയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ മേഖലയിലുള്ള ചില കാര്യങ്ങളൊക്കെ, പുതിയ കാര്യങ്ങൾ, ദീനുമായി ബന്ധപ്പെട്ടുള്ള കൺസേൺ എന്താണെന്ന് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ വരും. അപ്പൊ അത്തരം കാര്യങ്ങളിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ മനസാക്ഷിയെ മാത്രം നമുക്ക് അവലംബിക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് ധാരാളം അറിവുകൾ കൂടി ആവശ്യമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് എന്താണെന്ന് വെച്ചാൽ നെസ്സിനെ കുറിച്ചുള്ള, അതായത് ഖുർആനും സുന്നത്തും എന്താണ് ഇതിൽ പറയുന്നത് എന്നുള്ള അറിവ് വേണ്ടതുണ്ട്. പിന്നെ മുൻകാല പണ്ഡിതന്മാരാരെങ്കിലും ഇതിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. പിന്നെ ആ വിഷയം എന്താണ് എന്നുള്ളത്, ആ മേഖലയിലുള്ള അറിവും നമുക്ക് ആവശ്യമുണ്ട്. ഇത്തരം അറിവുകളൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോഴാണ് നമ്മൾ ഫത്വ ചോദിക്കുക എന്നൊക്കെ പറയുന്ന ഒരു സംഗതി നമ്മളിൽ നിന്നുണ്ടാവുന്നത്. അപ്പൊ അതും വിശ്വാസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പൊ നമ്മൾ ഫത്വ ചോദിക്കുക, ഒരാളോട് ഒരു ചോദ്യം ചോദിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, എന്റെ ജീവിതത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ അതിൽ വിശ്വാസം എന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ ഞാൻ നിൽക്കുമ്പോൾ എന്താണ് അള്ളാഹുവിന്റെ, കാരണം അള്ളാഹുവോടുള്ള ഒരു കരാറാണ് യഥാർത്ഥത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള അഖീദ, എന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ഒരു കരാറാണ്. ആ കരാറിന്റെ ഭാഗമായി നമ്മൾ ചെയ്തിട്ട് ആ കരാർ എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം ഉണ്ടായാലും അതിൽ അള്ളാഹുവിന്റെ കൺസേൺ എന്താണെന്ന് ഞാൻ നോക്കും എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ശരീഅത്തിന്റെ കൺസേൺ എന്താണെന്ന് ഞാൻ നോക്കും എന്നുള്ളതാണ്. അപ്പൊ അതെന്താണ് എന്നറിയാനുള്ള ഒരു സംഗതിയാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. പക്ഷെ നമ്മൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് മനസ്സിലാക്കേണ്ടത്, ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റാണ്, നമ്മൾ ഏറ്റവും മനസാക്ഷിയോട്, അതായത് ഈമാനിനോട്, ഇഹ്സാനിനോട് ഏറ്റവും അടുത്ത, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും പൂർണ്ണതയാണ്. അപ്പൊ ഈമാനിന്റെ ഏറ്റവും ഉന്നതമായ തലമായിട്ടുള്ള ഇഹ്സാൻ, അതായത് ഏറ്റവും പൂർണ്ണതയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കാര്യം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നമ്മളുടെ ജീവിതത്തെ സംസ്കരിക്കാനുള്ള അടിസ്ഥാനപരമായ ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസത്തിൽ നിന്നാണ് നമ്മളുടെ ജീവിതത്തിന്റെ ഏത് മേഖലയിലുമുള്ള നിലപാടുകൾ ഉണ്ടാകുന്നത്.
ആ നിലപാടുകൾ എങ്ങനെ രൂപപ്പെടുത്തണം എന്നുള്ളതിന്റെ അടിസ്ഥാനം യഥാർത്ഥത്തിൽ അവിടെയാണ് കിടക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ആമുഖം എന്നുള്ള നിങ്ങൾ ഈ ഒരു തരത്തിൽ ഇങ്ങനെ ഓരോ വിഷയങ്ങളായിട്ടുള്ള ഒരു പിന്നെ അവതരണത്തിന്റെ തുടക്കമാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ തുടക്കമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാന കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇനി ഇതിന്റെ ബാക്കി എന്നുള്ള അർത്ഥത്തിൽ ഇനി ധാരാളം കാര്യങ്ങൾ തുടർന്ന് വരുന്നുണ്ടാവും. അത് ഇതിന്റെ ഓരോ മേഖലയിലും, അതായത് അഖീദയുടെ ചില മേഖലയിൽ ഇനിയും വരാനുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഫിഖിന്റെ മേഖലയിലും അഖ്ലാഖിന്റെ മേഖലയിലും ധാരാളം കാര്യങ്ങൾ വരാനുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഇനി അടുത്ത ക്ലാസ്സുകളിലൊക്കെ ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് ഇൻഷാ അള്ളാഹ്. അപ്പോ ഇനി ഇതില് ഞാൻ ഏകപക്ഷീയമായി ഇങ്ങനെ സംസാരിക്കുകയാണ് ചെയ്യുന്നത്, ഓൺലൈൻ ആയതുകൊണ്ട് അത് മാത്രമേ കഴിയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇതില് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോയത് കൊണ്ട് ഫോളോ ചെയ്യാൻ പറ്റാത്തോ അല്ലെങ്കിൽ മനസ്സിലാവാത്തോ കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഭാഷാപരമായി ഞാൻ അറബിയൊക്കെ ഉപയോഗിച്ചത് കൊണ്ട് മനസ്സിലാവാത്തുണ്ട് എന്നുണ്ടെങ്കിലൊക്കെ ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളെ ഓരോരുത്തരും, അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുരുക്കം എന്ന് പറയുന്നത്, നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത്, വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ തന്നെ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോ അത് അള്ളാഹുവോടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കരാറാണ്. അതുകൊണ്ടാണ് അതിന് അഖീദ എന്നുള്ള പേര് തന്നെ വരുന്നത്. അപ്പൊ നമ്മളുടെ അഖ്ലാഖിനെ തീരുമാനിക്കുന്നത്, അതുപോലെ തന്നെ നമ്മളുടെ കർമ്മശാസ്ത്രത്തെ, ഫിഖ്ഹിനെ തീരുമാനിക്കുന്നത് എല്ലാം അടിസ്ഥാനപരമായി ഈ അഖീദ എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ അടിസ്ഥാനപരമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ ആകെ തുക എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിന്റെ ഏത് മേഖലയിലും എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതിലുള്ള തീരുമാനം പറയാനുള്ള അധികാരം അള്ളാഹുവിനാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതിന്റെ ചുരുക്കമായിട്ടാണ് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള നമ്മളുടെ ആദർശവാക്യം പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പലതരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ വിശദീകരിച്ചത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഈമാനിന്റെ പൂർത്തീകരണത്തോടു കൂടി മരിക്കാനുള്ള, അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള, അതുപോലെ തന്നെ ഈ ലോകത്ത് ഈമാനിന്റെ ഏറ്റവും പൂർണ്ണമായ രീതിയിൽ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.